ഹലോ ഗായ്സ്, അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 7:30 കഴിഞ്ഞിട്ടാവും. അപ്പോൾ 7:30 രാവിലെ നമ്മൾ എനിക്ക് പല്ലപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിന്ന് ജിമ്മിൽ പോകണം. അപ്പോൾ ജിമ്മിൽ പോകണമെങ്കിൽ ഈ നേരത്താകുമ്പോൾ എനിക്കും പിന്നെ ആദ്യം തന്നെ നമ്മളൊരു നേന്ത്രപ്പഴം എടുത്ത് കഴിക്കും. എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നതിന് മുന്നേ ഒരു പ്രീ വർക്കൗട്ട് മീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ നേന്ത്രപ്പഴം എടുത്ത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ജിമ്മിലോട്ട് പോവുക. അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കും. അപ്പോൾ ഈ ഒരു കുപ്പി എല്ലാ ദിവസവും രാവിലെ തന്നെ ഫില്ല് ചെയ്ത് വയ്ക്കും. രാത്രി ആകുമ്പോഴേക്കും അത് തീർക്കും. അതിന് ശേഷം നമ്മൾ ജിമ്മിൻ്റെ ബാഗ് എടുത്തതിന് ശേഷം സൈക്കിളെടുത്ത് നമ്മൾ ജിമ്മിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ലെഗ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ലെഗിൻ്റെ കുറച്ച് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ വർക്കൗട്ടുകൾ ചെയ്തു. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ലെഗ് പ്രസ്സും കൂടി ചെയ്ത് നമ്മൾ അത് നിർത്തി. അതിന് ശേഷം നമ്മൾ കുറച്ച് മസിലൊക്കെ വന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മിററിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മസിലൊക്കെ വന്നതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം എടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും അതേപോലെ തന്നെ പഴവും ചെറുപയറൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ടി വി ഒക്കെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിനി കുറച്ച് വർക്ക് ചെയ്യാണ്ട് നമ്മൾ വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പൊക്കെ എടുത്ത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി വന്നു. അപ്പോൾ നമ്മളൊരു ട്രിമ്മർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിമ്മർ. ബോംബെ ഷേവിങ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ ട്രിമ്മറാണ് വാങ്ങിച്ചത്. ട്രിമ്മർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചാർജായി. അപ്പോൾ ഇനി നമുക്കിത് എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു മൊബൈൽ കവർ ഇത് ഇന്നലെ ഓർഡർ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇന്നലെ വന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കസ്റ്റം ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. അതായത് ഈ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു ഫെരാരി കാറിൻ്റെ ലോഗോ ആണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മൊബൈൽ കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ജസ്റ്റ് ട്രിമ്മർ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. താടിയൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ട് അടിയിലൊക്കെ ഫുള്ളായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ ട്രിമ്മർ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലുക്ക്. നമ്മുടെ പുതിയ ട്രിമ്മർ വെച്ച് നമ്മുടെ പുതിയ ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താടിയും മീശയും ചെറുതായിട്ട് വെച്ചിട്ടുള്ളൂ, കുറച്ച് ആക്കിയുള്ളൂ, ബാക്കിയൊക്കെ കളഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ലുക്ക് വരുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതാണ് ട്രിമ്മർ. എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് തന്നെ മുറിയോ എന്നുള്ള പേടിയൊന്നും തോന്നുന്നില്ല. നല്ല പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ട്രിമ്മറാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ അങ്ങനെ ഉച്ചതിൻ്റെ ഇപ്പോൾ സമയം ഞാൻ ഇപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് മുകളിൽ ഈ റൂമിലോട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവിടെയാണ് മിക്കവാറും എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറ്. ഇവിടെ അല്ലെങ്കിൽ അവിടെ ബാൽക്കണിയിലാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാണ്ട് അതേപോലെ തന്നെ യൂട്യൂബ് ലോങ് വീഡിയോ, ഈ കാണുന്ന വീഡിയോ ആയിരിക്കും ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി വ്ളോഗാണ്. ഡെയിലി വ്ളോഗ് നമ്മുടെ ഷോർട്ട്സ് ആയിട്ട് ഡെയിലി വ്ളോഗ് പണ്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തൊട്ട് ലോങ് വീഡിയോ ആയിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഫസ്റ്റ് ഡേ 1 കഴിഞ്ഞിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ എന്താണ് ഇനി കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതായത് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബാക്കി റീൽസ് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാറ്. നിങ്ങൾക്ക് എൻ്റെ റീൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാറുള്ളത് സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ് റീക്രിയേഷൻ റീൽസാണ്. അതായത് സെലിബ്രിറ്റീസിനെ പോലെ അവരുടെ ഡ്രസ്സ്, അതേപോലത്തെ ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് അതേപോലത്തെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസ് എടുക്കുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യാറ്. അപ്പോൾ അതിനെ കുറച്ച് സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്ട്, റീൽസ് എടുക്കാണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ വർക്ക് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വർക്കുകൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കലും ഇതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതായത് രാവിലെ ആ ഒരു കുപ്പി വാങ്ങിച്ചതുണ്ട്, 2 ലിറ്ററിൻ്റെ കുപ്പിയാണത്. അത് രാത്രി ആകുമ്പോഴേക്കും നമ്മളെന്തായാലും കുടിച്ച് തീർക്കും. 2 ലിറ്ററിൻ്റെ കുപ്പിയുള്ള കാരണം എല്ലാ ദിവസവും ഇപ്പോൾ കറക്റ്റായിട്ട് 2 ലിറ്റർ എന്തായാലും വെള്ളം കുടിക്കും. അതുകൂടാതെ എക്സ്ട്രാ കുടിക്കുകയാണെങ്കിൽ വേറെ കുടിക്കും. പിന്നെ ചായ സംഭവങ്ങളൊക്കെ വേറെ എക്സ്ട്രാ വെള്ളം 2 ലിറ്റർ എങ്ങനെ പോയാലും എല്ലാ ദിവസവും വെള്ളം കാറ്റായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അത് എല്ലാ ദിവസവും കറക്റ്റായിട്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരുന്ന നമ്മുടെ ബോഡിയൊക്കെ ഒരു ഹെൽത്തി ഫീൽ ചെയ്യും. അപ്പോൾ അതായത് പിന്നെ തലവേദന അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. വല്ലാതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെന്താണ്, അപ്പോൾ ഇത്രത്തേക്കുള്ളതൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നും അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡേ 1 നൈറ്റ് ഡെയിലി വ്ളോഗ് ഇടാന്ന് വെച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. ബൈ.